SNDP യോഗത്തിന്റെ നേതൃത്വത്തിൽ നോർത്ത് പറവൂർ വൈപ്പിൻ യൂണിയനുകൾക്ക് പരിധിയിലുള്ള ശാഖാ നേതൃസംഗമം യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ അധ്യക്ഷതയിൽ പറവൂർ സണ്ണി കൺവെൻഷൻ സെന്ററിൽ നടന്നു. പറവൂർ SNDP യൂണിയൻ ചെയർമാൻ CN രാധാകൃഷ്ണൻ സ്വാഗതം പറഞ്ഞ മഹാസംഗമത്തിൽ യോഗം വൈസ് പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി സംഘടനാ വിശദീകരണവും യോഗം ദേവസ്വം സെക്രട്ടറി അരയാക്കണ്ടി സന്തോഷ് സംഘടനാ സന്ദേശവും നൽകി. യോഗം കൌൺസിൽ അംഗങ്ങളായ പച്ചയിൽ സന്ദീപ്, ഷീബ ടീച്ചർ, വൈപ്പിൻ യൂണിയൻ പ്രസിഡന്റ് TG വിജയൻ, പറവൂർ യൂണിയൻ കൺവീനർ ഷൈജു മനക്കപ്പടി എന്നിവർ സംസാരിച്ചു. വൈപ്പിൻ യൂണിയൻ സെക്രട്ടറി TB ജോഷി നന്ദിയും പറഞ്ഞ മഹാസംഗമത്തിൽ നോർത്ത് പറവൂർ വൈപ്പിൻ യൂണിയനുകളിലെ വിവിധ ശാഖായോഗങ്ങളിൽ നിന്നായി ശാഖാ ഭാരവാഹികൾ, പോഷക സംഘടനാ ഭാരവാഹികൾ, കുടുംബ യൂണിറ്റ് ഭാരവാഹികൾ, മൈക്രോ ഫിനാൻസ് ഭാരവാഹികൾ ഉൾപ്പെടെ 2000-ലധികം നേതാക്കൾ പങ്കെടുത്തു. SNDP യോഗത്തിന്റെ വൈസ് പ്രസിഡന്റ് ശ്രീ തുഷാർ വെള്ളാപ്പള്ളിയെ എല്ലാ ആദരവും കൂടി സംഘടനാ പ്രവർത്തനങ്ങൾ വിശദീകരിക്കുന്നതിന് സാദരം ക്ഷണിക്കുന്നു. നമ്മൾ കേരളത്തിൽ എല്ലാ യൂണിയനുകളിലും ഇതേപോലുള്ള മീറ്റിങ്ങുകൾ ഇപ്പോൾ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് SNDP യോഗത്തിന്റെ ചരിത്രത്തിൽ തന്നെ നേതാക്കളുടെ മാത്രമായിട്ടുള്ള മീറ്റിങ്ങുകൾ ഇതുവരെ ഇങ്ങനെ നമ്മൾ വിളിച്ചു കൂട്ടിയിട്ടില്ല. ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും SNDP യോഗം എന്ന് പറയുന്ന മഹാവൃക്ഷത്തിന്റെ വേരും അല്ലെങ്കിൽ ജീവിതവിശ്വാസമാണ് ഇരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും. SNDP യോഗത്തിന്റെ വനിതാ സംഘത്തിന്റെയും യൂത്ത് മൂവ്മെന്റിന്റെയും ശാഖായോഗത്തിന്റെയും യൂണിയന്റെയും മൈക്രോ ഫിനാൻസിന്റെയും കുടുംബ യൂണിറ്റിന്റെയും ഭാരവാഹികളാണ് നിങ്ങൾ ഓരോരുത്തരിക്കുന്ന ആളുകളെല്ലാവരും. നേതാക്കന്മാരുടെ മാത്രം ഒരു മീറ്റിംഗ് ആണ് നമ്മുടെ കേരളത്തിൽ എല്ലാ സ്ഥലത്തും ഇതുപോലെ കൂടിക്കൊണ്ടിരിക്കുന്നത്. ശ്രീനാരായണ ദർശനങ്ങളുടെ പ്രാധാന്യവും മാഹാത്മ്യവും ലോകത്തോട് തന്നെ വിളംബരം ചെയ്യുവാൻ ഇതാ വന്നു ചേരുകയാണ് സമാരാധ്യനായ ജനറൽ സെക്രട്ടറി. ഈ മഹാസമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയാണ്. ചിന്തന ചിന്തനത്തിൽ പറയും പോലെ ജയ ജയ നടേശ. നമുക്ക് പ്രാർത്ഥിക്കാം. ഈ സംഘടനയുടെ അമരക്കാരൻ നമുക്ക് പകർന്നു തരുന്ന വാക്കുകൾ ഊർജമാകും. തീർച്ച നിങ്ങളെല്ലാം കാണുമ്പോൾ എന്ത് പറയണമെന്ന് അറിയാതെ അന്തം വിട്ട് ഇരിക്കുകയാണ് ഞാൻ. കാരണം ഏറ്റവും വലിയ ഹാള്, ഈ ഹാള് മുഴുവൻ നിറഞ്ഞ് പുറത്തും താഴെ നിൽക്കുന്ന ആളുകൾ, 2000-കണക്കിന് ആളുകളുടെ ഒരു സമ്മേളനം. ഞാൻ മൂർച്ചയുള്ള വാക്ക് പറയുന്നൊക്കെ പറയുന്നു. നല്ല ഭംഗിയായ വാചകം പറയാൻ അറിയാവുന്ന ആണ് ആ വനിത. എന്നെ വെറുതെ ബുക്ക് ചെയ്തതാണ്. ഞാൻ ബുക്ക് ചെയ്ത് പോകുന്നവനല്ല, ഇച്ചിരി വെയിറ്റ് ഉണ്ട് എനിക്ക്. പ്രത്യേകിച്ചും ഞാൻ ചില സാമൂഹ്യ സത്യങ്ങൾ എനിക്ക് സംസ്കൃത ഭാഷയിൽ പറയാനറിയില്ല. ഇവിടെ സാധാരണക്കാരുടെ ഭാഷയിൽ ഞാൻ ഗ്രാമവാസിയായി ജനിച്ച് വളർന്നുകൊണ്ട് ഗ്രാമത്തിൽ പാവങ്ങളോടൊപ്പം വളരുകയും പ്രവർത്തിക്കുകയും ചെയ്ത് വളർന്നു വന്നവൻ എന്ന നിലയിൽ എനിക്ക് ഗ്രാമഭാഷയിൽ പറയാനേ അറിയാവൂ. വളഞ്ഞ വഴിക്ക് പറയാനറിയാൻ പാടില്ല. അങ്ങനെ എനിക്കറിയാവുന്ന ഭാഷയിൽ എനിക്ക് തമിഴ് ഭാഷ അറിയില്ല, സംസ്കൃത ഭാഷ അറിയില്ല, ആകെ മലയാളം. ഇത് സാധാരണക്കാരൻ്റെ ഭാഷ. കാരണം ഞാൻ സാധാരണക്കാരനിടയിൽ പ്രവർത്തിച്ച് വന്ന ഒരാളാണ് ചെറുപ്പം തൊട്ട്. അതുകൊണ്ട് എനിക്ക് സാധാരണക്കാരൻ്റെ വേദനയും പ്രയാസങ്ങളും ദുഃഖവും നല്ലപോലെ തൊട്ടറിയാവുന്നതും. 20 വയസ്സുള്ളപ്പോൾ തൊട്ട് അന്നുള്ള ഓരോ പാവപ്പെട്ടവൻ്റെ ഭവനങ്ങളിലും കയറി ഇറങ്ങി നടന്നവൻ്റെ ദുരിതവും ദുഃഖവും തൊട്ടറിഞ്ഞ് അവനോടൊപ്പം നിന്ന് പ്രവർത്തിച്ച് വളർന്നു വന്ന ഒരാളാണ് ഞാൻ. അവരാണ് എന്നെ വളർത്തിയത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ സാധാരണക്കാരുടെ ഭാഷയും പ്രവർത്തന ശൈലിയും അല്ലാതെ എനിക്കറിയില്ല. അപ്പോൾ ഈ പറഞ്ഞു വരുമ്പോൾ ചിലപ്പോൾ ചില വളഞ്ഞ അക്ഷരമൊക്കെ പറഞ്ഞേക്കും. അത് ഗ്രാമത്തിലെ ഭാഷയാണ്. അത് ഉടനെ എടുത്ത് വിമർശിച്ചിട്ടോ വക്രീകരിച്ച് പറഞ്ഞിട്ടോ കാര്യമില്ല. അത് ഇനി അതുപോലെ തന്നെ വന്നുകൊണ്ടിരിക്കും. കാരണം എൻ്റെ ഭാഷ ഗ്രാമത്തിൻ്റെ ഭാഷയാണ്. ആ പരിശുദ്ധമായ ഭാഷയാണ്. ശുദ്ധമായ രീതിയിലുള്ള പറയാണ്. ഈ സംശുദ്ധമായ ഗ്രാമത്തിലാണ് എന്നും ഈ ജനങ്ങളിലുള്ള
ആ ശുദ്ധമായ മനസ്സോടുകൂടി കപടമുഖമില്ലാതെ കപട സ്വഭാവമില്ലാതെ സംശുദ്ധമായ കാര്യങ്ങൾ മനസ്സിലാക്കുകയും പറയുകയും ചെയ്യുന്ന ഒരു സഭാ ശുദ്ധി ഗ്രാമപ്രദേശത്തിൽ ടൗണിനേക്കാൾ കൂടുതലുണ്ട്.